52 வந்து சங்ககிரி. എപ്പോൾ பார்த்தாலும் அந்த വണ്ടി തന്നെ എനിക്ക് ശ്രദ്ധിക്കാതെ കയറി വന്ന ലോറികൾ തമ്മിൽ കൂട്ടിയിരിക്കും. കാരണം റോഡ് പണി നടന്നപ്പോൾ വൺ വേ കൂടെ കയറ്റി വിട്ടു. അപ്പോൾ ഇവരിങ്ങനെ കയറി വന്നു, മറ്റേ വണ്ടി അവിടുന്ന് ലോഡ് പ്രദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ യൂട്യൂബറെ പരിചയപ്പെട്ടു, കൊച്ചു യൂട്യൂബർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താണ് യുപിയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മഹാരാഷ്ട്ര അല്ല മധ്യപ്രദേശിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ യൂട്യൂബറെ പരിചയപ്പെട്ടു, കൊച്ചു യൂട്യൂബർ. आपका नाम थोड़ा बोलो बेटा. घर का नाम अलना और स्कूल का नाम तनीची. ओ आपका नाम क्या है? अरुणा कौशिक. അരുണ കൗശി കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒക്കെ അവർ കവർ ചെയ്തു. വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ आपका पास यूट्यूब चैनल है? हाँ. आपका चैनल का नाम थोड़ा बोलो. चैनल का नाम अरुणा क्यूटी ब्लॉग. अच्छा. അപ്പോൾ വലിയൊരു സന്തോഷം. ഒരു കുടുംബസമേതമാണ്, വണ്ടിയിലാണ്, എല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, പിന്നെ അച്ഛനുണ്ട്, മുത്തച്ഛനുണ്ട്, പിന്നെ മുത്തശ്ശിയുണ്ട്, എല്ലാവരും ഉണ്ട്. അവർ കുടുംബസമേതയിൽ യാത്രയിലായിരുന്നു. അപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷം കണ്ടതിൽ. അദ്ദേഹത്തിന് എൻ്റെ ഈ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഒരു പേടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എങ്കിലും കൂടെയൊക്കെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഇതറാവോ വരാം, ഗാഡിക്ക് പാസ്സാവും. അപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം. അപ്പോൾ ഇവർ കാണാം. മച്ചാമാരെ, നമ്മളങ്ങനെ ഉത്തർപ്രദേശിലൂടെ യാത്ര ചെയ്യുമ്പോൾ തരിശു സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് കൃഷിയിടങ്ങളിലേക്ക് വന്നു കേട്ടോ. ആ കിടക്കുന്ന എല്ലാ ബീൻസിൻ്റെ പാടമാണ് കേട്ടോ. അപ്പോൾ ഒറ്റ നാട്ടിൽ നമ്മൾ എന്താ പറയണ്ടത്, നമ്മുടെ മുല്ല മുട്ട് പിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ അതെല്ലാം ബീൻസാണ്. ബീൻസ് ഇങ്ങനെ പാകമായിക്കൊണ്ടേയിരിക്കുക. ബീൻസിൻ്റെ പാടമാണ് കണ്ടിട്ട് ഇവിടെയൊക്കെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന സ്ഥലങ്ങൾ മൊത്തം വരണ്ട മേഖലയായിരുന്നു, ഫുള്ള് വരണ്ട് ശോകമായിട്ട് കിടന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല ആക്റ്റീവായിട്ട് കൃഷിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഏകദേശം മധ്യപ്രദേശിൻ്റെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് എത്തിയില്ല. നമ്മൾ സാഗർ ആയിട്ടുണ്ട് കേട്ടോ. സാഗറിന് ഇനി ഒരു 10 കിലോമീറ്ററോളം ഉണ്ടാക്കും. അങ്ങനെ മച്ചാമാരെ, നമ്മൾ യുപിയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കടയിൽ വന്നു. അപ്പോൾ भाई साहब आपका नाम थोड़ा बोलो. सजल सिंह. आपका? पवन सिंह. ये मध्य प्रदेश है. मध्य प्रदेश डिस्ट्रिक्ट का नाम थोड़ा बोलो ना. मध्य प्रदेश एमपी. ओके. गांव का नाम? जिला सागर. गांव का नाम तहसील देवरी, ग्राम गौरजाम. हाँ. അപ്പോൾ നമ്മൾ അവിടെ ചോട്ടാ ദാവ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ ഒരു ഭായി ഉണ്ട്. ഭായി, आपका नाम थोड़ा बोलो भैया. कार्तिक. पढ़ने कितने क्लास में पढ़ने? 30. ठीक है. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കരുതി വന്നു. അപ്പോൾ ഭായി നമുക്ക് മുട്ടക്കറിയും അതുപോലെ ചപ്പാത്തിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമുക്ക് തൊട്ടടുത്ത് പെട്രോൾ പമ്പിൽ നമ്മൾ ധാബയിൽ തൊട്ടടുത്താണ് പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കിടക്കാൻ. അപ്പോൾ അതെല്ലാം സെറ്റാക്കട്ടെ കേട്ടോ. ഓക്കെ. മടക്കയാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ഒരു ശോകമായ ഒരു കാഴ്ചയാണ്. ട്രക്കിൻ്റെ കൂടെ അങ്ങോട്ട് പോയി ചിത്രീകരിക്കുന്നൊന്നുമില്ല. അവർക്ക് വിഷമമൊക്കെ ആണ് കാണുന്നത്. സ്വാഭാവികം. ഓക്കെ. എങ്ങനെ മറിഞ്ഞു വേണം തോന്നുന്നു. പിന്നെ പുറകിൽ മറിഞ്ഞു കാണാൻ പറ്റുന്നു. അങ്ങനെ മച്ചാന്മാരെ, നമ്മൾ ടെൻ്റൊക്കെ അടിച്ചിട്ട് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. ഭയങ്കര ആശ്വാസം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി അറിയുമോ. ഞാൻ ആർക്കും പറയുന്നില്ല, ഡേറ്റൊന്നും പറയുന്നില്ല. നമ്മൾ ടെൻറ്റിൻ്റെ ഉൾവശം കണ്ടോ. ടെൻറ്റിൻ്റെ ഉൾവശത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണോ? ഇത് ഇവിടെയാണ് കിടക്കുന്നത്. ഇതുണ്ടല്ലോ നമ്മുടെ ജാക്കറ്റ്, അത് ഉപയോഗിക്കും. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ ഇവിടെ വെക്കും. എല്ലാ സാധനങ്ങളും അതിൻ്റെതായ ചിട്ടയിൽ ക്രമത്തിൽ കൃത്യമായിട്ട് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്.
കേട്ടോ. കുളി കഴിഞ്ഞ് ഇനി രാവിലെ ടെൻറ്റിനകത്ത് നിന്ന് സാധനമെല്ലാം വരുന്നു, ഇതൊക്കെ ഉറക്കി വെക്കാം. ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടാ ഇങ്ങനെയാണ് കിടക്കുന്നത്. ജാക്കറ്റാണ് തലേനായിട്ട് ഇന്ന് വെച്ചേക്കുന്നത്, ബാഗിൽ നിന്ന് എടുത്തില്ല, എന്നാൽ തന്നെ ഇരിക്കട്ടെന്ന് കരുതി. അപ്പോൾ ഇതാണ് എൻ്റെ ടെൻറ്റിങ്ങിൻ്റെ ഉൾവശം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ മധ്യപ്രദേശിലേക്ക് പ്രവേശിച്ചു. മധ്യപ്രദേശിലെ ആദ്യത്തെ ദിനമാണ്, രാത്രിയിലാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശുഭരാത്രി നേരുന്നു. എല്ലാവരും സന്തോഷമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളും. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ ബൈ. അനാവശ്യം വരെ നമ്മൾ മധ്യപ്രദേശിൽ നിന്ന് നമ്മൾ പ്രയാണം ആരംഭിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഇപ്പോൾ 6 മണി കഴിഞ്ഞു, 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30 അങ്ങനെ കറക്റ്റാണെന്ന്, അതെ 6:30 അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നല്ല തണുപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇതിനിട്ടുകൊണ്ടാണ് ഓടിക്കുന്നത്. നമ്മുടെ റൈഡിങ് ജാക്കറ്റ് അവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിടാം. ഇവിടുന്ന് ഒരു ചായക്കടയ്ക്ക് ചായ അടിക്കണം. അപ്പോൾ ഇതൊക്കെ കാഴ്ചകൾ കണ്ടങ്ങ് പോകാം. ഓക്കെ. മധ്യപ്രദേശിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭോപ്പാലിൽ ഇനി ഒരു 240 കിലോമീറ്ററോടെ യാത്ര ചെയ്താൽ മതി. ഇവിടെ എല്ലാം കൃഷി എന്ന് വെച്ചാൽ കരിമ്പ് തന്നെയാണ് കേട്ടോ. കരിമ്പ് കൃഷി ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ചെറുകിട ഫാക്ടറികൾ, വലിയ ഫാക്ടറി ചെറിയ ഫാക്ടറിയിൽ അതിനെ സംസ്കരിച്ച് ഉണ്ടാക്കി മാറ്റും, ശർക്കരയാക്കി മാറ്റും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളിലേക്കൊന്നും പോകുന്നില്ല, ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇവിടെ എല്ലാം ശർക്കരയൊക്കെ ഉണ്ടാക്കി വെച്ചിങ്ങനെ കാണാൻ പറ്റും. നല്ല രസം, കാണാൻ നല്ലൊരു ഭംഗി. ഭയങ്കര എന്താ പറയുക അറിയുമോ, ഇങ്ങനെ നല്ല ചൂട് ശർക്കരയുടെ മണം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും, ഇങ്ങനെ വാരി തിന്നാൻ തോന്നും. അമ്മാതിരി മണം, നല്ല സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ ആ ചൂടും കൂടെ അടിക്കുമ്പോഴത്തേക്കും നല്ല രസമാണ്. കാരണം അതാണ് ഈ വായു നിറച്ചിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിന്നു. നേരം രാവിലെ 8 മണിയാകാറായിട്ടുണ്ട്. രാവിലത്തെ ചായ ഒന്നും കഴിച്ചിട്ടില്ല, കാപ്പി കുടിക്കണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം, എന്നിട്ട് വിടണം. അപ്പോൾ വലിയ സന്തോഷം. നല്ലൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചയും അതോടൊപ്പം നല്ലൊരു മണമൊക്കെ ഇവിടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താണ് ഒരു മണ്ഡലമാസത്തിൽ കിട്ടുന്ന ഒരു ഫീലാണ് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയത്. ശബരിമല സമയത്താണ്, ഈ ശബരിമല സമയത്താണ് കൂടുതൽ ഈ അമ്പലങ്ങളിലെ പായസത്തിൻ്റെയൊക്കെ ഒരു മണം കിട്ടുമല്ലോ, അതേപോലെ ഫീല് കിട്ടി. താങ്ക് യു. അങ്ങനെ വെച്ചാൽ വരെ നമ്മൾ തമിഴ്നാട്ടിലെ കുറേ വണ്ടികൾ കിടക്കുന്ന കണ്ടുകൊണ്ട് നമ്മൾ നിർത്തി ഒരു ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു 100 രൂപ ഇട്ട് കൊടുത്തിട്ട് 100 രൂപയായിട്ട് എനിക്ക് മേടിക്കണം, കാരണം എൻ്റെ കയ്യിൽ പൈസ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ATM എവിടെ ഒന്നും കണ്ടതുമില്ല. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കി വന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടി. എവിടെ ഗൂഗിൾ പേ ഉള്ള കടയില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോൾ അവിടെ ഒരു ഗൂഗിൾ പേ ഉള്ള കടയുണ്ട്. അപ്പോൾ അണ്ണനെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. வணக்கம் அண்ணா, உங்கள் பேர் சொல்லுங்க. சரவணன். சரவணன். ஊர் எங்கே? சேலம் மாவட்டம். சரி அண்ணா, இந்த 52 எங்கே என்ன ரெஜிஸ்ட்ரேஷன்? TN 52. 52 வந்து சங்ககிரி. எப்போ பார்த்தாலும் அந்த வண்டி தான் எங்கே? 52 சங்ககிரி. 93 மேட்டூர். 30 சேலம். நீங்கள் சேலம். சேலம் மாமலூர். ஓகே. அப்போ அண்ணன் எங்கே போயிட்டு இருக்கு? இது வந்து ஹைதராபாத். ஓகே. இப்போ இன்னொரு அண்ணனை கண்டோம். பேர் சொல்லுங்கண்ணா. മണികണ്ഠൻ. உங்கள் ஊர்? എല്ലാ ലോറി ഡ്രൈവറും വരാം എല്ലാവരും കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ வந்து இங்கே போயிருந்தேன், குல்மார்க். அங்கே போய் ஷோ பார்த்துட்டு வரும்போது அவங்க போகிறதுக்கு பிறகு வந்து கேரளா வண்டி நிறைய பார்க்கணும்னு நினச்சி தான் போயிட்டேன். ஆனால் எங்கே பார்க்கல. ஆனால் எங்கே போனாலும் இந்தியாவில் எங்கே போனாலும் தமிழ்நாடு வண்டி இருக்கு. ஆமாம். ஆனால் நிறைய பேரை பார்த்துட்டு சாப்பாடெல்லாம் கொடுத்துருச்சு, நல்லா சொந்தம், நல்லா பேசிட்டு. என்கிட்ட ஒரு அண்ணன் சொன்னேன், அவர் பேர் மகேஷ். நீ அவர் அங்கே போயிட்டு இருக்கு, மேலே போயிட்டுருக்கு. அங்கே என்கிட்ட என்ன சொன்னேன்னா, நீ ஒரு பண்ணுங்க, இங்கே வெயிட் பண்ணுங்க, 3 நாள் இங்கே இரு, நான் வரும்போது ஒன்று எடுத்துகிட்டு போட்டலாம், சென்னைக்கு போகலாம். அப்போ நான் அவ்வளோ நாள் என்னால் இருக்க முடியல, இப்படி எடுத்துகிட்டு வந்துட்டேன். ஆனால் நான் ட்ரை பண்ணி பார்த்தேன். கேரளா இல்லைண்ணா, நான் கன்னியாகுமரி போயிட்டுருக்கு. அதுக்கு பிறகு தான் கேரளா போவேன். என் வீடு கொட்டாருக்கிறேன், புல்லூர் பக்கத்தில். அப்போ ஒரு சாய குடிக்கட்டேன், இந்த விசேஷங்கள் பரட்டேன். மைலேஜ் எல்லாம் கிடச்சிடும், 55 கிடைக்குது. ஆமாம். அது வந்து நம்ம இப்படி போட்டிருக்கும்போது யாராவது வழியில் எக்கச்சக்கமாக இருந்துச்சுன்னா கொடுத்துடலாம், நமக்கு ஏதாவது ஆயிடுச்சுன்னா எடுத்துடலாம்னு வச்சுட்டு. മച്ചാന്മാരെ അത് കണ്ടോ, നല്ല അടിപൊളി ഒരു വ്യൂ ആണ്.
നല്ല കരിങ്കല്ലിൽ തീർത്ത ഒരു അറകളുള്ള ഒരു പാലം, വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. എന്തായാലും ഇവിടുന്ന് കാണാൻ ഭയങ്കര ഒരു വ്യൂ ആട്ടോ. ഒരു നദി, അതിന് കുറുകെ ഒരു പാലം, ഭയങ്കര ഭംഗി. അപ്പോൾ നമ്മളെന്തായാലും മധ്യപ്രദേശിലൂടെ യാത്രയാണ്. ഇത് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം, ഭയങ്കരമായിട്ടുള്ളൊരു വ്യൂ ആണ്, അടിപൊളി. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണന്മാരെ കണ്ടിട്ട് മടങ്ങുകയാണ് അവരുടെ അടുത്ത് നിന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം, കാരണം അവരുടെ ആ ഒരു ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. കാരണം ഉണ്ണേണ്ട സമയത്ത് ഉറങ്ങുകയും ഉറങ്ങേണ്ട സമയത്ത് ഉണ്ണുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലാണ് ആഹാരം പാചകം ചെയ്യുന്നതെങ്കിൽ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്തും പാചകം നടത്തിക്കൊണ്ട് തമിഴ്നാട്ടിൻ്റെ ഏതോ നാട്ടിൽ ചെന്നിട്ട് ആഹാരം കഴിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ളൊരു രീതികളിലേക്കൊക്കെ അവർ മാറി. അവരുടെ ജീവിതം അങ്ങനെയാണ്. സാമ്പത്തികപരമായിട്ടൊക്കെ ഉന്നതി ഉണ്ടാവണമെങ്കിൽ തൊഴിൽ ചെയ്തേ പറ്റും. അതിന് അവരെടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ്. കാരണം അവർക്കൊരു ഗ്യാരണ്ടി ഇല്ല എന്ന് നാട്ടിൽ ചെല്ലും, എങ്ങനെ ചെല്ലും. പക്ഷേ അവർ കൊണ്ടുവന്ന സാധനത്തിന്, അതായത് അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന ലഗേജിന് അവർ ഗ്യാരണ്ടി കൊടുത്തേ പറ്റും. അവരുടെ ജീവിതത്തിനോ സ്വത്തിനോ ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് അവർ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അനവധിയായിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നു. തമിഴ്നാട് വാഹനങ്ങളാണ് കൂടുതൽ കേട്ടോ. 52 ഭയങ്കരമാണ് 52. ഓക്കെ, ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് ഇങ്ങനെ തിരിച്ചു വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ കയറി വന്ന ലോറികൾ തമ്മിൽ കൂട്ടി വെച്ചു. കാരണം റോഡ് പണി നടന്നപ്പോൾ വൺ വേ കൂടെ കയറ്റി വിട്ടു. അപ്പോൾ ഇവരിങ്ങനെ കയറി വന്നു, മറ്റേ വണ്ടി അവിടുന്ന് ലോഡ് കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. ഒന്നില്ല എന്ന് ഇടിച്ചു. കണ്ടോ, പുറകെ വന്ന ലോറി ഇടിച്ചു. എല്ലാം പ്രശ്നമാണ്. കഷ്ടം. 3 വാഹനങ്ങൾ അപകടം പറ്റിയിട്ടുണ്ട്. എന്താ ചെയ്യാൻ? ഓക്കെ, നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, ഇടവും വനവും ഭയങ്കര വനമാണ്. അപ്പോൾ വനത്തിനുള്ളിലൂടെ നമ്മൾ വണ്ടി യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ബാരക്കേട് താമസിക്കുന്നത് കേട്ടോ. കിലോമീറ്ററോളം ഞാൻ നീണ്ടുവരുന്നു. ഇപ്പോൾ താഴത്ത് കുറച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ വീഡിയോക്കകത്ത് കുറച്ച് കാണുന്നുള്ളൂ. അതിന് തന്നെ ദൂരമുണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്യട്ടെ. ഇതൊരു അനുഭവമല്ലേ, വനത്തിനുള്ളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലായിരിക്കും. അതുപോലെ ബാരക്കേട് കൊല്ലം KOLLAM കൊല്ലം. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ നമ്മളൊരു ചെറിയ ധാബയിൽ വന്നു. കുറേ നാളായിട്ട് മാഗി ഒന്നും കഴിച്ചില്ല. അപ്പോൾ മാഗി കഴിക്കും. भाई साहब आपका नाम थोड़ा बोलो. सुरेंद्र चंदेल. हाँ, ये गाँव का नाम सुविनी. ये है मध्य प्रदेश है. मध्य प्रदेश. हाँ जी. डिस्ट्रिक्ट का नाम क्या है? कौन डिस्ट्रिक्ट? मध्य प्रदेश जिला सिवनी है. ആ, അവിടെയാണുള്ളത്. അപ്പോൾ മാഗി കഴിച്ചിട്ട് മാഗി കഴിച്ചിട്ട് യാത്ര ആരംഭിക്കണം. നമ്മൾ രാവിലെ പുറപ്പെട്ടു. ഇപ്പോൾ 200 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. അപ്പോൾ ഓരോ 100 കിലോമീറ്റർ ചെല്ലുമ്പോൾ നമ്മൾ ഹാൾട്ട് കൊടുക്കും. രാവിലത്തെ 100 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ചായയും കടിയും കഴിച്ചു. നമ്മളെല്ലാം തമിഴ്നാട്ടിലെ കൂടെ നിന്ന് ശരവണം ഉണ്ട് ഇവിടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അങ്ങനെ ഓരോ മണിക്കൂറിൽ ഓരോ 100 കിലോമീറ്റർ കൂടുമ്പോൾ ഹാൾട്ട് ചെയ്താണ് പോകുന്നത്. നമ്മൾ ചെന്നൈയാണ് ലക്ഷ്യം കേട്ടോ. ചെന്നൈയിലേക്ക് പോവാണ്. വില്ലിവാക്കം എന്നെ ഞാനാക്കിയ എൻ്റെ വില്ലിവാക്കം. കാരണം എൻ്റെ 16-ാമത്തെ വയസ്സിൽ എന്നെ നാട് കടത്തി. അതിൻ്റെ കഥയൊക്കെ പറയാം. ഓക്കെ, എൻ്റെ കഥയൊക്കെ വിശദമായിട്ട് പറയാനുണ്ട്. ബൈ. വെച്ചമാരെ സമയത്ത് 2 മണിയാവുന്നു കേട്ടോ. നമ്മൾ ഒറ്റ സമയത്ത് എന്താണ് മധ്യപ്രദേശിലൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ലക്ഷ്യം ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500-600 കിലോമീറ്റർ കവർ ചെയ്യണമെന്നാണ്. മാക്സിമം കവർ ചെയ്യുക 500 കവർ ചെയ്യണം. അപ്പം നെൽവയലുകൾ നിങ്ങൾ കണ്ടു. വിളവിന് പാകമായ നെൽവയൽ കണ്ട ഇളം പച്ച കളറുള്ള നെൽവയൽ, നല്ല നല്ല ഗോൾഡൻ കളറിലുള്ള നെൽവയൽ, അങ്ങ് വിദൂരതയിൽ പച്ച കളറ് കാണാൻ നല്ലൊരു ഭംഗി. അത് കാണിച്ചാണ് കേട്ടോ. ഇപ്പോൾ കൃഷിയാണ് കൂടുതൽ. എന്താണ് നെല്ല്, അതുപോലെ തന്നെ ചോളം. അതാണ് ഇവിടുത്തെ മെയിൻ കൃഷി കേട്ടോ. നാഗ്പൂർ ആണ് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ എന്താണ് മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിച്ചു കേട്ടോ. അപ്പോൾ നാഗ്പൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ധാബ, ഒരു വണ്ടിക്കകത്തുള്ളൊരു ധാബ, ഒരു ചേട്ടൻ. ഭായി ആപ്കാ നാം തോടാ പോലെ ഭയ്യ? ദീപക് ഭായ്. ആ, ദീപക്. അദ്ദേഹത്തിൻ്റെ കടയിൽ വന്നു. അവിടെ വെജ് ബിരിയാണിയാണ് കഴിക്കുന്നത് കേട്ടോ. വെജ് ബിരിയാണിയും ഒരു ചായയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചേർക്കാൻ അവിടെയുണ്ട്. ഇവിടെ ഒരു ടോൾ പ്ലാസയാണ്. ടോൾ പ്ലാസ കടന്നു വന്നു. തമിഴ്നാട് വണ്ടിയൊന്നും കിട്ടിയില്ല. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ.
അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ.